കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിൽ സെൽഫി എടുക്കാൻ ശ്രമിച്ചയാളെ കാട്ടാന ആക്രമിച്ചു. വാഹനം നിർത്തുന്നതിന് കർശന നിരോധനമുള്ള മേഖലയിലാണ് ആനയ്ക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചത്. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡരികിലാണ് സംഭവം. ഞായറാഴ്ച വൈകിട്ട് ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനകത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാതയ്ക്കരികിലാണ് ഈ സംഭവം നടന്നത്. വളരെ അപകടകരമായ രീതിയിലാണ് ഈ വിനോദസഞ്ചാരി വനത്തിനകത്തെ റോഡരികിലിറങ്ങി കാട്ടാനയെ പിന്നിൽ നിർത്തി സെൽഫി എടുക്കാൻ ശ്രമിച്ചത്. കാട്ടാന ആ സമയത്ത് പെട്ടെന്ന് ചാർജ് ചെയ്യുകയായിരുന്നു. ഇയാളുടെ പിന്നാലെ കാട്ടാന ഓടി വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കാട്ടാന പക്ഷേ ആളെ ചവിട്ടാതെ കടന്നു പോവുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സഞ്ചാരിക്ക് ജീവൻ നഷ്ടമാകാതിരുന്നത്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കൊന്നും ഏറ്റിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും അദ്ദേഹം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഈ കടുവാ സങ്കേതത്തിലൂടെയും ദേശീയോദ്യാനങ്ങളിലൂടെയും വന്യജീവി സങ്കേതങ്ങളിലൂടെയും ഒക്കെ റോഡുകൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും വാഹനം നിർത്താൻ പോലും അനുവാദമില്ല. എല്ലായിടത്തും കർശനമായി പാർക്കിങ്ങും ആളുകൾ പുറത്തിറങ്ങുന്നതും ഒക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സ്ഥലത്താണ് ഈ സഞ്ചാരി ഇറങ്ങി ഇത്തരത്തിൽ സെൽഫി എടുക്കാൻ ശ്രമിച്ചത്. ആസാമിൽ നിന്നുള്ള വിനോദസഞ്ചാരി ആണ് പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ അധികൃതർ ഇതിനെക്കുറിച്ച് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ റോഡ് ഊട്ടിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് വഴി മൈസൂരിലേക്ക് പോകുന്ന റോഡാണ്. കടുവാ സങ്കേതത്തിന്റെ ഹൃദയഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഗുണ്ടൽപേട്ട് എത്തുന്നതിന് 21 കിലോമീറ്റർ മുൻപ് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുമ്പും പലതവണ ഇത്തരത്തിൽ ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങി ഈ വനമേഖലയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കർശനമായ മുന്നറിയിപ്പ് വനം വകുപ്പ് നൽകാറുണ്ട്. വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.